ഈ ഫാസിസം മറ്റുള്ളവരിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളത് സി പി എംകാർക്കും സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അല്ലെങ്കിൽ നമ്മുടെ സഹപാനലിസ്റ്റായിട്ടുള്ള ജയേന്ദ്രൻ മാസ്റ്റർക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രേഖ തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ രേഖയുടെ ഒരു പാരഗ്രാഫ് വായിച്ചാൽ എന്തൊരു ഭീതിയാണ് അതിനകത്ത്. എങ്ങനെയാണ് ഫാസിസം പ്രവർത്തിക്കുന്നത്? ഫാസിസം പ്രവർത്തിക്കുന്നത് മനുഷ്യനിൽ ഭീതി ഉളവാക്കിക്കൊണ്ടാണ്, ഏറ്റവും അടിസ്ഥാനപരമായിട്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നത് ഡെറോമത്ത് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഭീതിയാണ് മനുഷ്യനെ ഫാസിസത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു നാടിനെ ഇത് നോക്കൂ, എന്തൊരു ഭീതിയാണ് ഇതിനകത്ത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ നിയോ ഫാസിസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്ന പോലുമില്ല. ആ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്ന വാക്കിനെ പോലും പിന്നെ അങ്ങോട്ടേക്ക് വിശദീകരിക്കുകയാണ്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ട്രെൻഡോ അല്ലെങ്കിൽ എന്താണ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ നിയോ ഫാസിസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്. The word characteristic means features or trends, but they have not developed into a neo-fascist government and political setup. നാലോചിച്ച് നോക്കൂ, ഭരണകൂടം ഫാസിസമായില്ലെന്ന് മാത്രമല്ല, ഫാസിസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു രാഷ്ട്രീയ സംവിധാനമായി പോലും മാറിയിട്ടില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്, ഇല്ലേ? എന്തൊരു ഭീതിയാണ്. എന്നിട്ട് അതിനകത്ത് താഴത്ത് പിന്നെയും പറയുന്നു CPI-യുടെയും CPI-MLന്റെയും നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇതിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഫാസിസത്തെക്കുറിച്ചുള്ള ധാരണ എന്താണെന്ന് കൃത്യമായ ബോധ്യത്തോടുകൂടി ആ ബോധ്യം ഉണ്ടാക്കിയ ഭയത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണ്. ഞാനൊരു ലൈറ്റർ നോട്ടിൽ ഞാൻ പറഞ്ഞോട്ടെ, പിണറായി വിജയനാണോ ഇത് എഴുതിയതെന്ന് സംശയിക്കേണ്ടി വരും. കാരണം അത്രമാത്രം ഭീതി ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിപ്പോഴല്ല മാധു ഇപ്പോൾ പറഞ്ഞു രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് പോരാടിയിരുന്നവർ ഇപ്പോൾ ഏതാണ്ട് അകൽച്ച കുറയുന്നു എന്നുള്ള ഒരിക്കലുമില്ല. ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഒരുപക്ഷെ അതിനു മുൻപും മുതൽ BJP-യും CPM-ഉം അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള ജനസംഘവും അതിൻ്റെ RSS-ഉമായിട്ട് ഒരു കാലത്തും അത്തരത്തിൽ വലിയൊരു പോരാട്ടം ഉണ്ടായിട്ടില്ല. നിങ്ങൾ കണ്ണൂരിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ നടത്തുന്ന കൊലപാതകത്തെ വെച്ചുകൊണ്ട് BJP-യും RSS-ഉമായിട്ട് CPM വലിയ പോരാട്ടം നടത്തുന്നൊന്നും നിർവചിച്ചു കളയരുത്. ചരിത്രമെടുത്ത് നോക്കിയാൽ ആ ചരിത്രത്തിലെല്ലാം BJP-യുടെയും അല്ലെങ്കിൽ അന്നത്തെ ജനസംഘത്തിൻ്റെയും RSS-ൻ്റെയും രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതിൻ്റെ പേരിൽ BJP-ക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാറിന് കൂട്ടു നിന്നുകൊണ്ട് ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കുകയും ഗവൺമെൻറ്റുകളെ തകർക്കുകയും ചെയ്തിട്ടുള്ള പാരമ്പര്യമാണ് CPM-നുള്ളത്. ഇനി ഒന്ന് നോക്കൂ, സീതാറാം യെച്ചൂരിയുടെ കാര്യം ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു പറയുകയുണ്ടായി. 2016 പ്രകാശ് കാരാട്ട് ഇതേ കാര്യം പറഞ്ഞു. ഞാൻ പല ചർച്ചയിലും പറഞ്ഞാണ്, AKG സെൻട്രലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കിഴക്കോട്ട് നോക്കി ഫാസിസം വന്നോ എന്ന് ഞാൻ പലപ്പോഴും ആക്ഷേപിക്കാറുണ്ട്. 2016 ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അന്ന് സീതാറാം യെച്ചൂരി എടുത്ത നിലപാടെന്താ? അദ്ദേഹം ബംഗാളി ഒരു പത്രത്തിന് കൊടുത്ത ഇതിനകത്ത് ഒരു ഇന്റർവ്യൂവിൽ പ്രകാശ് കാരാട്ടിനെ റിജക്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ദ മോദി ഗവൺമെന്റ് ഹാസ് ബീൻ ബ്രേസൺലി അഡ്വാൻസിങ് ദ ഫാസിസ്റ്റ് RSS പ്രോജക്ട്. ഏറ്റവും നഗ്നമായി RSS-ന്റെ ഫാസിസ്റ്റ് അജണ്ടകൾ ഏറ്റവും നഗ്നമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആൻഡ് അണ്ടർസ്കോറിംഗ് ഹൗ എനിവൺ ഫെയിലിംഗ് ടു റെക്കഗ്നൈസ് ദാറ്റ് ഫൈറ്റ് will not just fail to prevent the victory of fascism but facilitate that victory. അത് മനസ്സിലാക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല അതിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. 2016 സീതാറാം യെച്ചൂരി പറഞ്ഞതാണ്. അതിനുശേഷം അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട്, ദിമിത്രോവ് പറഞ്ഞ വാക്ക്, ബിഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാസിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ബോർഷ്വായി ഗവൺമെന്റ് നമ്മൾ മലയാളത്തിൽ പറയുന്ന ബോർഷ്വായി ഗവൺമെന്റ് പാസ് ത്രൂ എ നമ്പർ ഓഫ് പ്രിലിമിനറി സ്റ്റേജസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എ നമ്പർ ഓഫ് റിയാക്ഷണറി മെഷേഴ്സ് വിച്ച് ഡയറക്ട്ലി ഫെസിലിറ്റേറ്റ് ദ ആക്സഷൻ ഓഫ് പവർ ഓഫ് ഫാസിസം. ഇല്ലേ, ഒരു ഭരണകൂടം ആ കാലഘട്ടത്തിൽ പടിപടിയായ നടപടികളെടുത്ത്. ഞാൻ ചോദിക്കട്ടെ മാധു, 11 വർഷത്തിലേക്ക് എത്താൻ പോകുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിൽ ഈ രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനം ഉണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ പോലും തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയെ പോലും എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ മാറ്റുന്നു. എന്നിട്ട് പാതിരാത്രിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയോഗിക്കുന്നു. സുപ്രീം കോടതി റൂസ്റ്ററിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞത് ഈ രാജ്യത്തെ 4 ഏറ്റവും പ്രധാനപ്പെട്ട ജഡ്ജിമാരായിരുന്നു. അവരിൽ ചിലർ പിന്നെ സ്ത്രീപീഡന കേസ് വന്നതും അതിനകത്ത് ഭാഗമായതൊക്കെ നമുക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത്തരത്തിൽ മാറുന്നു.
സുപ്രീം കോടതിയുടെ വിധിയെ പോലും സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഭരണകൂടം മാറിയിരിക്കുന്നു. ഈ രാജ്യത്ത് ഇന്ന് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു അന്വേഷണ ഏജൻസി ഇല്ല. രാജ്യത്ത് മുഴുവൻ ഭീതി വിതയ്ക്കുന്നു. രാജ്യത്തൊരു മതത്തിന്റെ പേരിൽ മറ്റു മതങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനം നടക്കുന്നു. ഇനിയും ഫാസിസം വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഈ CPM ഏത് കാലത്താ, എവിടെയാണ്? ഞാൻ പറഞ്ഞില്ലേ, ചരിത്രത്തിൽ സീതാറാം യെച്ചൂരി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ഈ മതേതരത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ CPM കൂടെ നിന്നിട്ടുള്ളത്. അതല്ലാത്ത സമയത്ത് മുഴുവൻ BJPയുടെ ഒപ്പം നിന്നിട്ടുള്ള പാരമ്പര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാധു, ഞാൻ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും പറഞ്ഞതാണ്, 2014 തെരഞ്ഞെടുപ്പിൽ BJPയും CPMഉം BJPയും കോൺഗ്രസും ബലാബലമുള്ള ശക്തികളായിട്ട് ഈ രാജ്യത്ത് വന്നിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട, പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന CPM BJPയോടൊപ്പം ചേർന്ന് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുമായിരുന്നു. ഒരു സംശയവും വേണ്ട. ഒരു കാലം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷക്കാലം അല്ലെങ്കിൽ 11 വർഷക്കാലം ഈ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളോട് കൈചേർന്ന് മേചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെയാണ് ഫാസിസ്റ്റ് ആണോ അല്ലയോ എന്ന ആശയ തിരിവുണ്ട്. ഒരിക്കലുമില്ല. മാധു തെറ്റാണ്. എനിക്ക് 1/2 മിനിറ്റ് തരണം. അത് തെറ്റാണ്. ആ പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ രാജ്യത്ത് ഫാസിസത്തിനെതിരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യ പോലും കണക്കിലെടുത്താൽ നടന്ന ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു ഭാരത് ജോഡോ യാത്ര. ആ ഭാരത് ജോഡോ യാത്ര കടന്നുപോയപ്പോൾ കേരളത്തിൽ അതിനെ കണ്ടെയ്നർ യാത്ര എന്ന് വിശേഷിപ്പിച്ചതാണ്, പൊറോട്ട യാത്ര എന്ന് വിശേഷിപ്പിച്ചതാണ്. CPI പോലും ജമ്മു കാശ്മീരിൽ ആ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയപ്പോൾ CPM ഒഴിഞ്ഞു നിന്നതാണ്. മറന്നുപോയോ മാധു? ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പല്ലേ പിണറായി വിജയൻ ഖമ്മത്ത് പോയിട്ട് ചന്ദ്രശേഖർ റാവുവിനോടൊപ്പം അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം കൈപിടിച്ച് മൂന്നാമതൊരു ബദലുണ്ടാക്കാൻ നോക്കിയത്? എവിടെയാ കോൺഗ്രസിനൊപ്പം നിന്നത്? കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ടി വന്നത് ഈ രാജ്യത്തെ രാഷ്ട്രീയം മുഴുവൻ 2 ധ്രുവങ്ങളിലായിട്ട് ധ്രുവീകരിക്കപ്പെട്ടപ്പോൾ മറ്റൊരു മാർഗമില്ലാതെ CPMന് കോൺഗ്രസ് അങ്ങനെ ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് കയ്യും മെയ്യും ചേർന്ന് നിന്നിട്ടില്ല. അപ്പോഴും ഇടർച്ചയാണ് കാണിച്ചിട്ടുള്ളതെന്നാണ് കോൺഗ്രസ് അതിനെ സംഗ്രഹിക്കുന്നത്.